ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കടലേനെ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ്ങിൽ നമ്മൾക്ക് ചായ കുടിക്കുന്ന സമയത്തായാലും, അതായത് രാത്രി നമുക്ക് ഈ ചോറ് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് കടലേനെ കൊണ്ട് പിന്നെ നമ്മളെല്ലാവരും തോരൻ വെക്കാറില്ലേ, അതാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഈ 120 ml കപ്പിന് 1 കപ്പ് അളവിൽ കടല എടുത്തിന്. അപ്പോൾ അത് ഇന്നലെ രാത്രി ഞാൻ കുതിരാനിട്ടതാണിത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇനി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ കടല നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാ 1/2 കപ്പില്ല, 1/2 കപ്പിൽ കുറച്ച് താണിട്ട് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടല പെട്ടെന്ന് ഓരോരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവാൻ സമയമെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 5 വിസിലടിച്ചാൽ ഇത് പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വിസിൽ വരാൻ തുടങ്ങുമ്പോഴേക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്റ്റീം വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തം 5 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സ്ലോ ഫയറിലിട്ടിട്ടാണ് 5 വിസിൽ അടുപ്പിച്ചെടുത്തത്. അപ്പോൾ ഇത് നമ്മൾക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മസാലക്കായുള്ള സാധനങ്ങൾ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഒരു പിഞ്ച് ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടി, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇത് കടല കഴിക്കുന്ന സമയത്ത് ചില ആൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി എടുത്തത്. അപ്പോൾ ഒരു ചെറിയ സവാള ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു വറ്റൽ മുളക്, പിന്നെ 1/4 ടീസ്പൂൺ കടുക്, അപ്പോൾ വെളിച്ചെണ്ണ. അപ്പോൾ ഇതൊക്കെയാണ് മസാലയ്ക്ക് വേണ്ടി എടുത്ത സാധനങ്ങൾ. അപ്പോൾ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുക്കറിൻ്റെ പിന്നെ ചൂടെല്ലാം ആറിയതിന് ശേഷം മാത്രമേ, കണ്ടില്ലേ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ചൂടാറിയതിന് ശേഷം മാത്രമേ പിന്നെ ഇതിൻ്റെ മൂടി തുറക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. അത് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പൊടിയായി അരിഞ്ഞ ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വേണ്ട സവാളയിലേക്ക് 1/4 കപ്പ് തേങ്ങയും, പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ചുവന്നമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളത്തോടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി ഒരു കടല ഒട്ടും ഡ്രൈ ആവാതെ ഇച്ചിരി ഒരു ഇങ്ങനെ പറ്റ് വെള്ളത്തോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഇച്ചിരി വെള്ളം ആക്കി കൊടുത്തത്. അപ്പോൾ ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല.
ഇത് 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ മസാലയും പിന്നെ അതൊക്കെ അതിന് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വളരെ സ്ലോ ഫയറിലിട്ടിട്ടാണ് ഞാൻ 2-3 മിനിറ്റ് അടച്ച് വെച്ചത്. കണ്ടില്ലേ, വെള്ളമൊക്കെ പിന്നെ കുറച്ച് വറ്റിയിട്ട് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കടല തോരൻ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.